പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനേകം വിശുദ്ധ കുടുംബങ്ങൾക്ക് തുടക്കമിട്ടത് നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ നിന്ന് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പതറാതെ കർത്താവിനോട് ചേർന്ന് നിന്ന് തൻ്റെ സഹനങ്ങളെ കൃപകളാക്കി മാറ്റിയ കുവൈറ്റ് നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ജസ്റ്റിൻ ബെറ്റി ദമ്പതികളെ നാം ശ്രവിക്കുമ്പോൾ നമ്മുടെയും കർത്തവിശ്വാസം ഒരു പടി കൂടി ഉയർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടിയ അനേകം മനുഷ്യരുണ്ട് ഇന്ന് ഈ ലോകത്തിൽ.
ഒരു കുടുംബം തൻ്റെ പ്രതിസന്ധിയുടെ നാളുകളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദൈവം ആ വിളി കേട്ട് ഇറങ്ങി വന്നു. വൈദ്യശാസ്ത്രം എഴുതി വെച്ചത് തിരുത്തി എഴുതി. ആ തിരുത്തലിൻ്റെ ജീവിക്കുന്ന അനുഭവമാണ് ശാലോം പ്രേക്ഷകർക്കായി ഇന്ന് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഹബക്കൂക്ക് 1:5. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി അവരുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ വചനം മാംസം ധരിച്ച് ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ശാലോം പ്രേക്ഷകർക്കായി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജസ്റ്റിൻ. ഇത് എൻ്റെ വൈഫ് ബെറ്റി. ഞങ്ങളിവിടെ 18 വർഷമായിട്ട് കുവൈറ്റ് താമസിക്കുകയാണ്. ബെറ്റി സ്റ്റാഫ് നേഴ്സായിട്ട് അല്ലാതാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലും. ഞങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. ബെറ്റിക്ക് ബെറ്റിയുടെ കുടുംബത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ജോബ് 42:5. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ഇത് ഞങ്ങളുടെ 3ാമത്തെ മകൾ ഇവ. ഇവളെ കാണുമ്പോഴെല്ലാം ഈശോയുടെ വലിയ കരുണ കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം ഒന്ന് വിവരിക്കാമോ? ചേച്ചി, എനിക്ക് ആദ്യം ഈശോ നൽകിയത് 2 ആൺകുട്ടികളെയാണ്. ഒരു പെൺകുട്ടി വേണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു, അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ 3ാമതും ഗർഭിണിയായി. ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങി. ആ സമയത്താണ് ഞങ്ങൾ നാട്ടിൽ പോയത്. നാട്ടിൽ വെച്ചാണ് ബെറ്റി 3ാമതും ഗർഭിണിയാണെന്ന് കണ്ട് ഞങ്ങൾ ഫസ്റ്റ് ചെക്കപ്പിന് വേണ്ടിയിട്ട് നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തു, നോർമലി 35 മുകളിൽ ഏജ് ഉള്ളവർക്ക് ചില പ്രത്യേക ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തു. ഡ്യുവൽ ടെസ്റ്റ് ഫോർ മെറ്റേണൽ ആൻഡ് സെറം സ്ക്രീനിങ്. അത് 13th വീക്കിലാണ് ടെസ്റ്റ് നടക്കുന്നത്. അത് ബ്ലഡും ടെസ്റ്റ് ചെയ്യും, അൾട്രാസൗണ്ടും ചെയ്യും. അതനുസരിച്ച് ഡോക്ടർ പറഞ്ഞു നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നാട്ടിൽ വെച്ച് 19/8/2016 ഞങ്ങൾ ബ്ലഡ് വിട്ടു. അന്ന് തന്നെ അൾട്രാസൗണ്ടും ചെയ്തു. 2 ആഴ്ച റിസൾട്ട് വരാനായിട്ട് സമയമെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങളുടെ ലീവ് ഫിനിഷായിരുന്നു. ഞങ്ങൾ കുവൈറ്റിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പേരൻസ് അയച്ചു തരികയായിരുന്നു റിസൾട്ട് ട്രൈസോമി 21. ഇൻഡിക്കേഷൻ വാസ് ആൻ ഇൻക്രീസ്ഡ് റിസ്ക്. കൊച്ചിനൊരു ക്രോമോസോമൽ ട്രൈസോമി 21 എന്നുള്ളൊരു ക്രോമോസോമൽ അനോമലി ഉണ്ട്. അതിനൊരു ചാൻസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ പറയുക, സഹനത്തിൻ്റെ നാളുകൾ ആരംഭിച്ചു എന്ന് തന്നെ പറയാം. സഹനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ. ദൈവപുത്രൻ്റെ അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ടാവും. എന്നാൽ വിവാഹിതയാവാതെ താൻ ഗർഭിണിയാവുന്നുള്ള ആ ഒരു സത്യം അറിയുമ്പോൾ ആ അമ്മയ്ക്കുണ്ടായ ഒരു വേദന, ആ ഒരു സഹനം ഏതാണ്ട് അതുപോലെയാണ് നിങ്ങളുടെ സഹനമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 3rd പ്രഗ്നൻസി അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷിച്ചു. എന്നാൽ കുഞ്ഞിന് അബ്നോർമാലിറ്റി ഉണ്ടാവുമെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം വേദനിച്ചു. അപ്പോഴുണ്ടായ ആ മാനുഷികമായ തോന്നലുകളെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? സഹനത്തിൻ്റെ തീച്ചുളയിലേക്ക് തള്ളിയിട്ട പോലെ തോന്നിയത്. ഒത്തിരി വിഷമവും സങ്കടവും ടെൻഷനും, എന്താ പറയുക, എന്താ ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. നാട്ടിലെ ഡോക്ടറുടെ നമ്പർ തന്നിരുന്നു. അതനുസരിച്ച് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞെല്ലാം അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഡോക്ടറെ വിളിച്ച് ചോദിച്ചു, ഡോക്ടറെ ഇങ്ങനെ പറയുന്നല്ലോ, എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ബെറ്റി ഒരു കാരണവശാലും നെഗ്ലക്റ്റ് ചെയ്യരുത്, അമ്നിയോസിന്തസിസ് ചെയ്യണം. അപ്പോൾ ക്രോമോസോമൽ അനാലിസിസ് ചെയ്ത് എന്താണെന്ന് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ പ്രീവിയസ് പ്രഗ്നൻസിയിൽ ഇവിടെ കണ്ടിരുന്ന ഡോക്ടറെയും കൺസൾട്ട് ചെയ്തു. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ട്രൈസോമി 21 ആണല്ലോ. അപ്പോൾ ഡോക്ടർ അൾട്രാസൗണ്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു വെരി റെയർ ചാൻസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇനി അമ്നിയോസിന്തസിസ് ചെയ്യണോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സാരമില്ല, കൺഫേം ചെയ്യൂ, പിന്നെ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയി അമ്നിയോസിന്തസിസ് ചെയ്തു. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ക്രോമോസോമൽ അനാലിസിസിന് വിട്ടു. അന്ന് വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചു, റിപ്പോർട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കുഞ്ഞിനെ അബോർട്ട് ചെയ്യാം. ഈ റിസ്ക് ആണല്ലോ, കുഞ്ഞിന് റിസ്ക് ആണല്ലോ എന്ന് വിചാരിച്ച് കുഞ്ഞിനെ അബോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനുശേഷം വൈകുന്നേരമായപ്പോൾ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു, റിപ്പോർട്ട് പ്രൈമറി റിപ്പോർട്ട് ആയിട്ടുണ്ട്, മെയിൻ റിപ്പോർട്ട് ആവാൻ വേണ്ടിയിട്ട് 2 വീക്ക് എടുക്കും. അപ്പോൾ പ്രൈമറി റിപ്പോർട്ട് ഇപ്പോൾ പോസിറ്റീവാണ്, അപ്പോൾ ഇപ്പോൾ തന്നെ അത് വാങ്ങിച്ചു കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രൈമറി റിപ്പോർട്ട് വാങ്ങി. അന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ ഒത്തിരിയേറെ വിഷമിച്ചുകൊണ്ടിരുന്നു.
അപ്പോൾ അന്ന് വൈകുന്നേരം ഞങ്ങളുടെ പള്ളിയിൽ, അഹമ്മദി പള്ളിയിൽ വെച്ചിട്ട് ഒരു നൈറ്റ് വിജിലുണ്ടായിരുന്നു. നൈറ്റ് വിജിലിന് പോകാം, നൈറ്റ് വിജിലിന് പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ റിപ്പോർട്ടുമായി നൈറ്റ് വിജിലിന് ചെന്നു. നൈറ്റ് വിജിലിന് ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾ കേൾക്കുന്നത് കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നൊരു വചനമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നൈറ്റ് വിജിലിന് പോയി എന്തൊക്കെയോ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കാൻ കരഞ്ഞു, അങ്ങനെ ഇരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോന്നു. പിറ്റേന്ന് ഞാൻ ഈ ട്രൈസോമി 18 പ്രിലിമിനറി റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ടുമായിട്ട് ഞാൻ എൻ്റെ ഇൻചാർജിൻ്റെ അടുത്ത് ചെന്നു. ഇൻചാർജിനെ കാണിച്ചു. സിസ്റ്ററെ, എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ അനോമലി ഉണ്ട്, എനിക്ക് ലീവ് തരാമോ, എനിക്ക് നാട്ടിൽ പോയി അബോർട്ട് ചെയ്യാനാന്ന് പറഞ്ഞു. ആ സിസ്റ്റർ ഒരു ഫിലിപ്പിനോ നേഴ്സായിരുന്നു. സിസ്റ്റർ ഒരു അൺമാരീഡാണ്. സിസ്റ്റർ ഇത് കേട്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ബെറ്റി, ഡോണ്ട് ഡു ഇറ്റ്, നമ്മൾ ക്രിസ്ത്യൻസിന് ഇത് അലൗഡല്ല. എനിക്കാകെ ടെൻഷനായി, എന്താ ചെയ്യണമെന്ന് അറിയാതെയായി. ഞാനപ്പോൾ എൻ്റെ കൂടെ ഒരു മലയാളി ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു അൾട്രാസൗണ്ട് ചെയ്യുന്ന ഒരു റേഡിയോളജിസ്റ്റിൻ്റെ നമ്പർ തന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്ന് അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അൾട്രാസൗണ്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ അബോർട്ട് ചെയ്യാമെന്നുള്ള ഒരു ഇതിലാണ് ഡോക്ടറെ, ട്രൈസോമി 18 അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഫൈനൽ റിപ്പോർട്ട് വന്നിട്ട് എന്ത് തീരുമാനം എടുക്കാവൂ എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ ആ റിപ്പോർട്ട് തന്നപ്പോൾ അതിൽ എഴുതി വെച്ചു കൊറി ട്രൈസോമി 18, അതും വേറെ ഒരു നച്ചുറൽ ട്രാൻസ്ലൻസ് ഈസ് ലിറ്റിൽ ഹൈ, അങ്ങനെ എഴുതി വെച്ചായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ആകെ കൺഫ്യൂഷനായി. ഞങ്ങൾ ഈ ഫൈനൽ റിപ്പോർട്ടിന് വേണ്ടി ഒത്തിരി ടെൻഷൻ അടിച്ചും പ്രാർത്ഥിച്ചും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വാർഡിൽ വർക്ക് ചെയ്യുന്ന 2-3 ഫ്രണ്ട്സിനോട് ഇതൊക്കെ പറഞ്ഞിരുന്നു. ആ ഫ്രണ്ട് വഴി എസ് മിനിസ്ട്രിയിൽ ഒരു സിസ്റ്റർ, അവൾ ഫോൺ വിളിച്ച് പറയും. ആ സിസ്റ്റർ അപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങളോട് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, കുഞ്ഞിന് ഒന്നും വരില്ല എന്ന് വിശ്വസിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഒരു ദിവസം നമുക്ക് വീട്ടിൽ വെച്ച് പ്രയർ നടത്താം. അങ്ങനെ 19/8/2016 ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പ്രയർ നടത്തി. ആ പ്രയർ ഇന്നും എനിക്ക് മറക്കാൻ പറ്റാത്തൊരനുഭവം തന്നെയാണ്. ആ പ്രയറിൽ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. പ്രയർ പകുതിയായപ്പോൾ ഞാൻ കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തി. ആ പ്രയർ വന്നിരിക്കുന്ന അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ നിയോഗങ്ങൾക്കും ഒക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ഞാനൊരു തീരുമാനമെടുത്തു, എൻ്റെ കുഞ്ഞിന് എന്ത് വന്നാലും ഞാൻ അബോർട്ട് ചെയ്യില്ല. അതേപോലെ അതൊക്കെ അഭിമുഖീകരിക്കാനുള്ള ശക്തി തരണമേ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിൽ മുൻപോട്ട് പോയി. ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. കൂട്ടുകാർ, വീട്ടുകാർ, ബന്ധുക്കൾ, അവരെല്ലാം ഞാൻ ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. അങ്ങനെ ഫൈനൽ റിപ്പോർട്ട് വന്നു, നോർമൽ ഫീമെയിൽ ബേബി. ഇത്രയും വലിയൊരു അത്ഭുതം ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അങ്ങനെ പ്രാർത്ഥനയോടെ പ്രഗ്നൻസി മുമ്പോട്ട് പോയി. 29 വീക്സ് ആയപ്പോൾ പെട്ടെന്ന് എൻ്റെ BP ഷൂട്ടപ്പ് ആവുകയായിരുന്നു. എന്നിട്ട് സിസേറിയൻ ചെയ്യുകയായിരുന്നു. സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. പ്രീ ടൈം ബേബി ആയിരുന്നു. IUGR, വെയിറ്റ് 850 ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. അവളെ ഞാൻ വർക്ക് ചെയ്യുന്ന NIC തന്നെ അഡ്മിറ്റ് ചെയ്തു. മോള് ഒരു ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. പിന്നെ 3 ദിവസം ഓക്സിജൻ കൊടുത്തു. പക്ഷേ അവളുടെ എൻ്റെ വാർഡിലുള്ള ഒരു 2.5 മാസക്കാലം അവൾ എൻ്റെ വാർഡിൽ കിടന്നെങ്കിലും എനിക്കറിയില്ല, ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ എനിക്ക് ആ സമയത്തൊക്കെ അറിയാൻ സാധിച്ചു. അവിടെയുള്ള ഡോക്ടേഴ്സിലും നഴ്സുമാരിലും കൂടെയൊക്കെ അറിയില്ല, ഒരു വലിയൊരു അനുഭവമായിരുന്നു. മകളവിടെ കിടന്ന സമയത്ത് അവൾക്ക് ഒരു ഇൻഫെക്ഷൻ ഒന്നും വന്നില്ല എന്നുള്ളതാണ്. 28 വീക്സ് ഉള്ള കുട്ടികളൊക്കെ അവിടെ കിടക്കുമ്പോൾ പലപ്പോഴും 1 മാസമൊക്കെ കഴിയുമ്പോഴും പലപ്പോഴും അവർക്ക് ഇൻഫെക്ഷൻ അടിക്കുകയും ചിലപ്പോൾ അബ്ഡോമിനൽ പ്രോബ്ലംസ് വരികയും വളരെ റെയർ കേസുകളാണ്, ഒരു പ്രോബ്ലം ഇല്ലാതെ. എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്ത വലിയൊരു ഇതായിരുന്നു. മോള് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോലും അവൾക്ക് കൊടുക്കേണ്ട വന്നില്ല എന്നാണ്. സാധാരണ 850 ഗ്രാമുള്ള മക്കളൊക്കെ അവിടെ കിടക്കുമ്പോൾ മിക്കപ്പോഴും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അവർക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ അങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എൻ്റെ വാർഡിലുള്ള കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്നും നന്ദിയോടെ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അവൾക്ക് ഡിസ്ചാർജ് ആയപ്പോഴും അവളുടെ HB ഒക്കെ 9.5
അവളുടെ HB ഉണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ വലിയൊരു കരുതലാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ അവളെ പൊതിഞ്ഞു സൂക്ഷിച്ചതുകൊണ്ട് ഒരു വൈറസോ ഒരു ബാക്ടീരിയയോ അവളെ തൊട്ടില്ല. ആകെ ഞങ്ങൾ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം വെയിറ്റ് ഗെയിൻ പ്രോപ്പറായിട്ട് നടന്നില്ല എന്നതാണ്. അപ്പോൾ സാധാ അവിടെ വെയിറ്റ് ഗെയിൻ നടക്കുന്നതിനായിട്ട് അവരൊരു ഫോർട്ടിഫയർ എന്ന് പറഞ്ഞാൽ അത് മിൽക്കിൽ ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് സാധാ അവിടെയുള്ളൊരു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് അഭിപ്രായം ചോദിച്ചു. നമ്മുടെ പെർമിഷൻ ചോദിക്കും അവർ. 45 തുടങ്ങുന്നതിന് മുമ്പ് അവർ പെർമിഷൻ ചോദിക്കും. അങ്ങനെ അവർ പെർമിഷൻ ചോദിച്ചു. എനിക്ക് പക്ഷെ ഭയമായിരുന്നു. കാരണം ഇനി ഇതുവരെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇനി എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നാലോ, അതിപ്പം അബ്ഡോമിനൽ ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം അലോ ചെയ്തില്ല. പിന്നെ ഡോക്ടർ വീണ്ടും ചോദിച്ചു. അപ്പോൾ ഞാൻ SS മിനിസ്ട്രിയിൽ വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. ചേച്ചി പറഞ്ഞു, ധൈര്യമായിട്ട് തുടങ്ങും മകളെയോ, ഒട്ടും പേടിക്കണ്ട. ചേച്ചി പ്രാർത്ഥന റിക്വസ്റ്റ് ഇട്ടു, പ്രയർ ഗ്രൂപ്പിൽ പ്രാർത്ഥന റിക്വസ്റ്റ് ഇട്ടു. ബെറ്റിയുടെ കുഞ്ഞിന് വെയിറ്റ് കൂടുന്നില്ല. നാളെ ബെറ്റിയുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ 40 ഗ്രാമെങ്കിലും കൂടണം എന്ന് ചേച്ചി പ്രയർ റിക്വസ്റ്റ് ഇട്ടു. പിറ്റേ ദിവസം മകളുടെ വെയിറ്റ് നോക്കിയപ്പോൾ ആ പറഞ്ഞ 40 ഗ്രാം തന്നെ കൂടിയിരിക്കും എന്നുള്ളത്. അതെനിക്ക് അതിന് മുമ്പത്തെ ദിവസങ്ങളിൽ 1 ഗ്രാം 2 ഗ്രാം അല്ലെങ്കിൽ 4 ഗ്രാം അങ്ങനെയൊക്കെ കൂടിക്കൊണ്ടിരുന്ന വെയിറ്റ് ചേച്ചി പ്രയർ റിക്വസ്റ്റ് ഇട്ട് പിറ്റേ ദിവസത്തെ വെയിറ്റ് ചേച്ചി പറഞ്ഞ അതേ എമൗണ്ട്. വലിയൊരു ദൈവത്തിൻ്റെ ഒരു ടച്ചിങ് എനിക്ക് അതുവഴി ഇപ്പോഴും എനിക്കത് മറക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ മോൾക്ക് 1.8 വെയിറ്റ് ആയപ്പോൾ ഫെബ്രുവരി 25 2017 മോളെ ഡിസ്ചാർജ് ചെയ്തു. ഇപ്പം മിടുക്കിയായിട്ടിരിക്കുന്നു. 6 വയസ്സുണ്ട്. ഇത്രയും വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം ഞങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ശക്തനായവൻ ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. 45 കൊടുക്കാൻ പറ്റി ഭയപ്പെട്ടിരുന്നെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താ? 45 കൊടുക്കുമ്പോൾ ആ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വാർഡിൽ പല കുട്ടികൾക്കും ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ കണ്ടാവും. ചിലർ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, വയറ് വീർത്ത് വരും. അപ്പോൾ പിന്നെ വീണ്ടും കൊച്ചിന് പാല് കൊടുക്കാതെ മുഴുവൻ NPO എന്ന് പറയും, പാല് കൊടുക്കില്ല, നിൽപ്പർ ഓറലി ആക്കും. പിന്നെ ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില കോംപ്ലിക്കേഷൻസ് ഞാൻ കണ്ടിരുന്നു. ഞാൻ അവിടെ തന്നെയാണല്ലോ വർക്ക് ചെയ്യണത്. അതേപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും ചിലപ്പോൾ പറയുമായിരുന്നു, ബെറ്റി 45 തുടങ്ങുകയാണെങ്കിൽ തുടങ്ങണ്ടെന്ന് പറ കേട്ടോ എന്നൊക്കെ ഇടയ്ക്ക് അവർ സ്നേഹത്തോടെ എന്നെ ഉപദേശിച്ചതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഭയമായിരുന്നു. അപ്പോൾ വെയിറ്റ് ഗെയിൻ ആവാതെ ആയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എന്തായാലും തുടങ്ങണം. എൻ്റെ പേടിയായിരുന്നു അത്. അപ്പോൾ വീണ്ടും എന്നെ ഇൻസിസ്റ്റ് ചെയ്തു, ബെറ്റി എന്തായാലും തുടങ്ങണം. ഇങ്ങനെ 1 ഗ്രാം 2 ഗ്രാം ഒന്നും വെയിറ്റ് കൂടിയാൽ പോരാ, എന്തായാലും 45 തുടങ്ങണമെന്ന് പറയുകയായിരുന്നു. ബെറ്റിക്ക് ഈ ഭയത്തിൽ നിന്ന് ബെറ്റിയെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് എവിടെ നിന്നൊക്കെയാണ് കിട്ടിയത്? 45 തുടങ്ങി 45 തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ SS മിനിസ്ട്രിയിൽ വിളിച്ച് ചേച്ചിയോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. ചേച്ചി പറഞ്ഞു ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. ചേച്ചി പറഞ്ഞു തരികയായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു നിങ്ങൾ ആശുപത്രിയിലേക്ക് പോണ വഴിയും തിരിച്ചു പോകുന്ന വഴിയും വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളത് എന്നും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ 2 പേരും വണ്ടിയിൽ കയറി അവിടെ നിന്ന് തുടങ്ങി കൊച്ചിൻ്റെ അടുത്ത് ചെല്ലണ വരെ റിപ്പീറ്റഡ് ആയിട്ട് വിശ്വാസ പ്രമാണം ചെല്ലും. തിരിച്ചു പോരുമ്പോഴും അതെ അങ്ങനെ ചെല്ലുമായിരുന്നു. മോൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്ന്. വലിയ 45 തുടങ്ങിയ പിന്നെ ഒരു ഇതും തോന്നിയില്ല. അതേപോലെ തന്നെ ഞങ്ങൾ മാതാവിനെ സമർപ്പിച്ച് കൊന്ത ചെല്ലുമ്പോൾ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രത്യേകിച്ച് 45 തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി പ്രത്യേകം അടിമ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കുഞ്ഞ് വളർന്നു കഴിഞ്ഞപ്പം മോൾക്ക് മാതാവിനോടുള്ള ഭക്തി കൊച്ചിൻ്റെ ആ വളർച്ചയിൽ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? അവൾ കൊന്ത ചെല്ലുമ്പോൾ അവൾ എല്ലാ പ്രയറുകളും ചെല്ലും. അവൾ കൈകൊമ്പി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട്. പ്രത്യേകിച്ച് ദിവസം നമ്മൾ റോസറി ചെല്ലുമ്പോൾ അവളെല്ലാ രഹസ്യങ്ങളും ചൊല്ലി. അതേപോലെ തന്നെ അസുഖമൊന്നും വരുത്തല്ലേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊക്കെ ദിവസം മകൾ പ്രാർത്ഥിക്കുമായിരുന്നു. ജസ്റ്റ് ഈ വിവരം അറിഞ്ഞപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വീട്ടിൽ വിളിച്ച് പറയുമായിരുന്നു ഡാഡിയോടും മമ്മിയോടും. ഒത്തിരിയേറെ പ്രാർത്ഥന സഹായം ഉണ്ടായിരുന്നു. എപ്പോഴും ഡാഡിയും മമ്മിയും എന്തായെന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. ഡാഡിയും മമ്മിയും പറയുമായിരുന്നു
ഒരിക്കലും അബോർഷനെ കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. അതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കരുത്. നമ്മളെ കർത്താവ് കൈവിടില്ല. ഏത് സമയത്തും പ്രാർത്ഥിച്ചോളൂ, നമുക്ക് എല്ലാം നല്ലതിനായിട്ട് വരുത്തും. ഇതുവരെ അങ്ങനെയാണ്. നമുക്ക് എല്ലായ്പ്പോഴും കർത്താവ് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ നമ്മൾ കൂടെ നിന്നിട്ടുണ്ട്, നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അബോർഷനെ പറ്റി ഒന്നും ചിന്തിക്കരുത്. എപ്പോഴും പ്രാർത്ഥിക്കുക. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളും ഇവിടെ കുർബാനയിലും എല്ലാത്തിനും പോകുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക എന്നാണ് ഞങ്ങളോട് പറയാറ്. ജസ്റ്റിൻ ഇത്രയും വലിയ ദൈവാനുഭവത്തിലൂടെ കടന്നുപോയല്ലോ. അപ്പോൾ ഇത് ജസ്റ്റിൻ്റെ വിശ്വാസ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത്? ഈ സംഭവം കഴിഞ്ഞ ശേഷം ഞാൻ ഇപ്പം പുറത്ത് പോകുമ്പോഴെല്ലാം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴെല്ലാം എനിക്കുണ്ടായ ഈ വലിയ കാര്യം ഞാൻ അവർക്ക് വിവരിച്ചു കൊടുക്കുകയും പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. കൂദാശകൾ അടിക്കടിക്ക് സ്വീകരിക്കാനും പ്രാർത്ഥനാ കൂട്ടായ്മകളിലൂടെ പ്രാർത്ഥിക്കുന്നതിനും അവരെ ഞാൻ പ്രേരിപ്പിക്കാറുണ്ട്. അവരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കൂദാശ സ്വീകരിക്കുക, അതുപോലെ തന്നെ പ്രാർത്ഥനാ കൂട്ടായ്മയോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കഴിയും. ഇത് കൂടാതെ ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഞങ്ങളും ഇത് പ്രാർത്ഥനാ കൂട്ടായ്മയോട് ചേർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമ്മൾ ഇത്രയും നേരം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. നമ്മളുടെ ഇടയിൽ ഇതുപോലെ അനേകം സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശം കൊടുക്കാനുണ്ടോ? പ്രഭാഷകൻ 2:4 വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. സ്വർണം അഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. ഏത് സഹനത്തിലും ഈശോയോട് ചേർന്ന് നിന്നാൽ അത് നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് ഇവരുടെ അനുഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യജീവൻ്റെ കാവൽക്കാരാണ് ഓരോ നേഴ്സും. ഞങ്ങളെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവകൃപ ആശംസിക്കുന്നു. ഈ ദമ്പതികളുടെ കുടുംബജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് അവിടത്തോട് നന്ദി പറയാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നു, നിന്നെ രക്ഷിക്കാൻ നിന്നോട് കൂടെ ഞാനുണ്ടെന്ന്. നമ്മെ താങ്ങുന്ന, ഒരിക്കലും താഴ്ന്നു പോവാത്ത കരങ്ങളുള്ള നമ്മുടെ കർത്താവിൻ്റെ സ്നേഹവലയത്തിൽ നമുക്ക് ജീവിക്കാം. അനേകരെ ആ സ്നേഹത്തിലേക്ക് നമുക്ക് അടുപ്പിക്കാൻ സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.